രാജ്യത്ത് വീണ്ടും ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ പ്രവചിച്ചു. കേരളത്തിൽ യു.ഡി.എഫ് മുന്നണിക്ക് തിളക്കമാർന്ന നേട്ടവും ബി.ജെ.പിക്ക് ശുഭപ്രതീക്ഷയും വരുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഗ്നിഭൂതമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോകത്ത് തന്നെ വളരെയധികം ചൂട്, വെള്ളപ്പൊക്കം ഇങ്ങനെയൊക്കെ പല നാശങ്ങൾക്കും പ്രധാനമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഈ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു ഗുണം പോരാ. എന്നാലും സാങ്കേതിക വിദ്യാഭ്യാസ മേഖല വലിയൊരു ഗുണങ്ങൾ ചെയ്യിക്കും. മൊത്തം അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം എന്ന സമയത്ത് രാജപ്രശ്നം ഒരു പ്രശ്നമില്ല. അധ്യായത്തിൽ 25 അധ്യായത്തിൽ രാജപ്രശ്നം. ഈ രാജപ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രാജാവിനെ പറ്റി ചിന്തിക്കണം. നമ്മൾ രാജാവിൻ്റെ നന്മകളിൽ ചിന്തിക്കണം, രാജാവിൻ്റെ മാറ്റങ്ങൾ ചിന്തിക്കണം. അതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് രാജപ്രശ്നം ചിന്തിക്കുന്ന സമയത്താണ് നമ്മളിവിടുത്തെ അതായത് രാഷ്ട്രീയം, ആരാണ് മന്ത്രി, ആരാണ് അവിടെ ഭരിക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് ബി.ജെ.പിൻ്റെയും കോൺഗ്രസിൻ്റെയും ഗ്രഹനില പരിശോധിക്കും. ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ഭരണി നക്ഷത്രമാണ് കോൺഗ്രസ്, അതുപോലെ തന്നെ തൃക്കേട്ടക നക്ഷത്രമാണ് ബി.ജെ.പി. അപ്പോൾ രണ്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ചന്ദ്രദിശയാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 2028 വരെ. അതുപോലെ തന്നെ രാവുദശ കാലമാണ് എന്ന് കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും താരതമ്യ സമയത്ത് 2011 മുതൽ 2028 വരെയും കോൺഗ്രസിന് പൂർണ്ണമായിരിക്കുന്ന ഒരു ഭരണാധികാരഘട്ടം ഉണ്ടാകുമെങ്കിലും പ്രതിപക്ഷ സ്ഥാനങ്ങളുണ്ടാകും. ബി.ജെ.പിക്കാണ് പ്രധാനമായിരിക്കുന്ന ഭരണസാരഥിയെ ആണ് രാജ്യം ഭരിക്കാനുള്ളതായിട്ട് യോഗമുള്ളതെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് ചിന്തിക്കുമ്പോൾ കേരളത്തിൽ പ്രധാനമായും കോൺഗ്രസിനാണ് ഇതിൻ്റെ ബി.ജെ.പിക്ക് അതായത് സന്തോഷം ചെറിയൊരു വകുപ്പ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇതിനൊരു വകയുണ്ട് എന്ന് മാത്രമേ പറയാനാവുള്ളൂ. LDFന് കുറയും. ഇതാണ് ഒരു വിഷയത്തിൽ മെയിനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചൂടിൻ്റെ കാര്യം പ്രത്യേകം വന്നിട്ടാണ്. കാർഷിക രംഗങ്ങളൊക്കെ വലിയ പ്രശ്നം വരികയാണ്. വായുവിൻ്റെ ആയിട്ട് ലതിക്ക് വരിക, മഴ ചില സ്ഥലങ്ങളിൽ വളരെ ഗംഭീരമായി വരും, ചില സ്ഥലങ്ങളിൽ മഴ ഉണ്ടാവില്ല. അതിന് രണ്ടവസ്ഥയാണ്. മകേരം നക്ഷത്രമായതാണ് പ്രാവശ്യം വരുന്നത്. മകേരം നക്ഷത്ര സംഘം വരും. ആ സംഘമായതുകൊണ്ട് വലിയൊരു വിപത്ത് നമ്മളെ ഈ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവാൻ കാരണം നമ്മളെ മനുഷ്യന്മാരെ ഉണ്ടാക്കി